നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2022 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളും അതുമായി അനുബന്ധിച്ച വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആദ്യമായി ചോദിച്ച ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും ബജറ്റ് ചർച്ച ചെയ്യാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും താഴെ പറയുന്ന ഏത് നിയമനിർമ്മാണ പരിഷ്കാരത്തിലൂടെയാണ് നിയമപരമായ അധികാരം നേടിയത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും ബജറ്റ് ചർച്ച ചെയ്യാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും താഴെ പറയുന്ന ഏത് നിയമനിർമ്മാണ പരിഷ്കാരത്തിലൂടെയാണ് നിയമപരമായ അധികാരം നേടിയത്? കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം, ബി 1919 മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, സി ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1861, ഓപ്ഷൻ ഡി ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1892. ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1892. ഇന്ത്യൻ കൗൺസിലുകളുടെ നിയമം 1892. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ഭാഗത്ത് നിന്നുള്ള വിവരങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യമായി നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റി നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ച ആദ്യ നടപടിയാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അവ ക്രമീകരിക്കുന്നതിനും വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ച ആദ്യ നടപടിയാണ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ വർഷം 1773. റെഗുലേറ്റിംഗ് ആക്ട് എന്നത് കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ ഭരണപരവും രാഷ്ട്രീയപരവുമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയാണ് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ നടന്നത്. റെഗുലേറ്റിംഗ് ആക്ട് വഴി ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. റെഗുലേറ്റിംഗ് ആക്ട് വഴി ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. ഇത് പ്രകാരം ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഗവർണർ ജനറലിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ 4 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലും ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചു. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ 4 അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെയും രൂപീകരിച്ചു. മാത്രമല്ല, ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാരെ ബംഗാൾ ഗവർണർ ജനറലിന്റെ കീഴിലാക്കി. ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാരെ ബംഗാൾ ഗവർണറുടെ കീഴിലാക്കി. റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഭാഗമായി 1774 കൽക്കട്ടയിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും അടങ്ങുന്ന ഒരു സുപ്രീം കോടതി സ്ഥാപിച്ചു. റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫലമായാണ് 1774 കൽക്കട്ടയിലെ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും അടങ്ങുന്ന ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുകയുണ്ടായി. ഈ സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എജില ഇംബെ ആയിരുന്നു. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എജില ഇംബെ ആയിരുന്നു. ഈ കോടതിയുടെ അധികാരപരിധി ബോംബെ, മദ്രാസ്, ബംഗാൾ എന്നിവയ്ക്ക് കീഴിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. സുപ്രീം കോടതിയുടെ അധികാരപരിധി ബോംബെ, മദ്രാസ്, ബംഗാൾ എന്നിവയ്ക്ക് കീഴിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രദേശവാസികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഈ നിയമം വിലക്കേർപ്പെടുത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രദേശവാസികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഈ നിയമം വിലക്കേർപ്പെടുത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരുമാനം, സിവിൽ സൈനിക കാര്യങ്ങൾ എന്നിവ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നത് വഴി കമ്പനിയുടെ മേലുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണവും ശക്തിപ്പെടുത്തി. കമ്പനിയുടെ മേൽ ഗവൺമെന്റിന്റെ ശക്തമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. കമ്പനിയുടെ വരുമാനം, സിവിൽ സൈനിക കാര്യങ്ങൾ എന്നിവ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നത് വഴിയാണ് കമ്പനിയിൽ മേൽ ശക്തമായ നിയന്ത്രണം ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. അമെൻഡിങ് ആക്ട് 1781 അമെൻഡിങ് ആക്ട് ഇതിന് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. 1781 പാസാക്കിയ ആക്ടാണ് അമെൻഡിങ് ആക്ട്. ഇതിന് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. 1773 പാസാക്കിയ റെഗുലേറ്റിംഗ് ആക്ടിലെ ചെറിയ ഭേദഗതികൾ ഉൾപ്പെടുത്തിയാണ് ഈ ആക്ട് ഉണ്ടാക്കിയത്.
1773 റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയതിലെ ചില ഭേദഗതികൾ ഉൾപ്പെടുത്തിയാണ് അമെൻഡിംഗ് ആക്ട് പുറത്തിറക്കിയത്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ അപാകതകൾ പരിഹരിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമായിരുന്നു ഇത്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമെൻഡിംഗ് ആക്ട് 1781 പുറത്തിറക്കിയത്. അമെൻഡിംഗ് ആക്ടിൽ സുപ്രീം കോടതിയുടെ അധികാരപരിധിയിൽ നിന്ന് ഗവർണർ ജനറലിനെയും കൗൺസിലിനെയും കമ്പനിയിലെ ഉദ്യോഗസ്ഥരെയും അവരുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളുടെ സമയത്ത് ഒഴിവാക്കി. ഗവർണർ ജനറലും കൗൺസിലും കമ്പനിയിലെ ഉദ്യോഗസ്ഥരും അവരുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളുടെ സമയത്ത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കി. ഗവർണർ ജനറലും കൗൺസിലും കമ്പനിയിലെ ഉദ്യോഗസ്ഥരും ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കി. കൂടാതെ കൊൽക്കത്ത നിവാസികളെ എല്ലാവരെയും സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ കൊണ്ടുവന്നു. കൊൽക്കത്ത നിവാസികളായ എല്ലാവരെയും സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ കൊണ്ടുവന്നു. കൂടാതെ പ്രവിശ്യ കോടതികളിൽ നിന്ന് അപ്പീൽ നൽകേണ്ടത് ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്കാണ്, മറിച്ച് സുപ്രീം കോടതിയിലേക്കല്ല എന്ന നിയമം കൂടി പാസാക്കി. പ്രവിശ്യ കോടതികളിൽ നിന്ന് അപ്പീൽ നൽകേണ്ടത് സുപ്രീം കോടതിയിലേക്കല്ല, മറിച്ച് ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്കാണ് എന്ന നിയമം കൂടി ഇതിനോടനുബന്ധിച്ച് പാസാക്കി. അടുത്ത നിയമം പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയത്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത് 1773. റെഗുലേറ്റിംഗ് ആക്ടിൽ ചെറിയ ചില ഭേദഗതികൾ വരുത്തിയത് അമെൻഡിംഗ് ആക്ട് വഴി 1781. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയത് 1784. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്വത്തുക്കൾ അഥവാ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രദേശം ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്വത്തുക്കൾ അഥവാ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങളിലും ഇന്ത്യയുടെ ഭരണത്തിലും ബ്രിട്ടീഷ് സർക്കാരിൻ്റെതാണ് പരമോന്നത നിയന്ത്രണം എന്ന നയം കൊണ്ടുവന്നതും പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. കമ്പനിയുടെ കാര്യങ്ങളിലും ഇന്ത്യയുടെ ഭരണത്തിലും ബ്രിട്ടീഷ് സർക്കാരിൻ്റെതാണ് പരമോന്നത നിയന്ത്രണം എന്ന നയം കൊണ്ടുവന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യവും രാഷ്ട്രീയപരവുമായ പ്രവർത്തനങ്ങൾക്ക് വ്യക്തത വരുത്തി. പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യവും രാഷ്ട്രീയപരവുമായ പ്രവർത്തനങ്ങൾക്ക് വ്യക്തത വരുത്തി. വാണിജ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് അനുമതി ലഭിക്കുകയും എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന പുതിയൊരു ബോഡി രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഡ്യുവൽ ഗവൺമെന്റ് എന്ന സംവിധാനം നിലവിൽ വന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. വാണിജ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് അനുമതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന ഒരു പുതിയ ബോഡിയെ രൂപീകരിച്ചു. അങ്ങനെ ഡ്യുവൽ ഗവൺമെന്റ് എന്ന സംവിധാനം നിലവിൽ വന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ ഫലമായാണ് ഡ്യുവൽ ഗവൺമെന്റ് എന്ന സംവിധാനം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വസ്തുക്കളുടെ വരുമാനത്തിന്റെ മേൽനോട്ടത്തിനും പ്രവർത്തനത്തിനും ബോർഡ് ഓഫ് കൺട്രോളിന് അധികാരം നൽകി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വസ്തുക്കളുടെ വരുമാനത്തിന്റെ മേൽനോട്ടത്തിനും പ്രവർത്തനത്തിനും ബോർഡ് ഓഫ് കൺട്രോളിന് അധികാരം നൽകി. പിന്നീട് അങ്ങോട്ട് കോൺവാലിസ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറലായി നിയമിതനായത്. ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ പദവി ഏറ്റെടുക്കാൻ അദ്ദേഹം 2 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. കോൺവാലിസ് പ്രഭു ബംഗാളിന്റെ ഗവർണർ ജനറലായി നിയമിതനായപ്പോൾ ആ പദവി സ്വീകരിക്കാൻ അദ്ദേഹം 2 ആവശ്യങ്ങൾ ക്രൗണിന് മുന്നിൽ വെച്ചു. ഒന്നാമത്തേത്, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൗൺസിലിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഗവർണർ ജനറലിന് അധികാരം നൽകണം. ഗവർണർ ജനറലിന് അധികാരം നൽകണം. രണ്ടാമത്തേത്, കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി കോൺവാലിസ് പ്രഭുവിന് തന്നെ നൽകണം. ഇതിനുശേഷമാണ് 1793 ചാർട്ടർ ആക്ട് പാസാക്കിയത്. ചാർട്ടർ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കോൺവാലിസ് പ്രഭുവിന് കൗൺസിലിന്റെ മേൽ ലഭിച്ച അധികാരങ്ങൾ ഭാവിയിലെ എല്ലാ ഗവർണർ ജനറൽമാർക്കും പ്രസിഡൻസികളിലെ ഗവർണർമാർക്കും ലഭിക്കുമെന്ന നിയമം കൊണ്ടുവന്നു. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ എന്ന പദവി ഏറ്റെടുക്കുന്നതിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു.
ക്രൗൺ അത് അംഗീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കോൺവാലിസ് പ്രഭുവിന് കൗൺസിലിന്റെ മേൽ ലഭിച്ച പ്രത്യേക അധികാരങ്ങൾ ഭാവിയിലെ എല്ലാ ഗവർണർ ജനറൽമാർക്കും പ്രസിഡൻസികളിലെ ഗവർണർമാർക്കും ലഭിക്കുമെന്ന നിയമം ചാർട്ടർ ആക്ട് 1793 വഴി കൊണ്ടുവന്നു. ചാർട്ടർ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക 20 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. ചാർട്ടർ ആക്ട് 1793 പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക 20 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. കൂടാതെ കമാൻഡർ ഇൻ ചീഫ് ഗവർണർ ജനറലിന്റെ കൗൺസിലിൽ അംഗമായിരിക്കരുത് എന്നും വ്യവസ്ഥ ചെയ്തു. കമാൻഡർ ഇൻ ചീഫ് ഗവർണർ ജനറലിന്റെ കൗൺസിലിൽ അംഗമായിരിക്കരുത് എന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തി. കൂടാതെ ബോർഡ് ഓഫ് കൺട്രോൾ അംഗങ്ങൾക്കും അവരുടെ ജീവനക്കാർക്കും ഇന്ത്യൻ വരുമാനത്തിൽ നിന്ന് വേണം ശമ്പളം നൽകേണ്ടത് എന്ന വ്യവസ്ഥ കൂടി വെച്ചു. ബോർഡ് ഓഫ് കൺട്രോൾ അംഗങ്ങൾക്കും അവരുടെ ജീവനക്കാർക്കും ഇന്ത്യൻ വരുമാനത്തിൽ നിന്ന് വേണം ശമ്പളം നൽകേണ്ടത് എന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തി. അടുത്തതായി ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813 പറയുന്നത് ചൈനയുമായുള്ള വ്യാപാരം, ഇന്ത്യയുമായുള്ള ടീ ട്രേഡ് അഥവാ തേയില വ്യാപാരം എന്നിവയിൽ കമ്പനിയുടെ കുത്തക നിലനിർത്തുകയും ഇവ ഒഴികെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇന്ത്യയുമായുള്ള വ്യാപാരവും എല്ലാ ബ്രിട്ടീഷുകാർക്കുമായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ചൈനയുമായുള്ള വ്യാപാരവും ഇന്ത്യയുമായുള്ള തേയില വ്യാപാരവും കമ്പനിയുടെ കുത്തകയായി നിലനിർത്തി. എന്നാൽ ഇവ ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഇന്ത്യയുമായി വ്യാപാരം ചെയ്യാൻ എല്ലാ ബ്രിട്ടീഷുകാർക്കുമായി തുറന്നു കൊടുത്തു. ചാർട്ടർ ആക്ട് 1813 പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രദേശങ്ങളുടെ പരമാധികാരം ബ്രിട്ടീഷ് ക്രൗണിനാണെന്ന് ഉറപ്പിച്ചു പറയുന്ന നിയമമായിരുന്നു ചാർട്ടർ ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രദേശങ്ങളുടെ പരമാധികാരം ബ്രിട്ടീഷ് ക്രൗണിനാണെന്ന് ഉറപ്പിച്ചു പറയുന്ന നിയമമായിരുന്നു ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813 പ്രകാരം ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള അനുമതി ഈ നിയമം നൽകി. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള അനുമതി ഈ നിയമം നൽകി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം വ്യാപിക്കുന്നതിന് ഈ നിയമം കാരണമായി. ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം വ്യാപിക്കുന്നതിന് ഈ നിയമം കാരണമായി. കൂടാതെ വ്യക്തികളുടെ മേൽ നികുതി ചുമത്തുവാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നിയമം മൂലം ലഭിക്കുകയുണ്ടായി. വ്യക്തികളുടെ മേൽ നികുതി ചുമത്തുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നിയമം മൂലം ലഭിക്കുകയുണ്ടായി. അടുത്തത് 1833 ചാർട്ടർ ആക്ട്. 1833 ചാർട്ടർ ആക്ട്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെന്റ് ഹെലേന ആക്ട്. സെന്റ് ഹെലേന ആക്ട്. ചാർട്ടർ ആക്ട് 1833 പ്രകാരം ബംഗാൾ ഗവർണർ ജനറൽ എന്ന പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. ബംഗാൾ ഗവർണർ ജനറൽ എന്ന പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. ഗവർണർ ജനറലിന് എല്ലാ സിവിൽ സൈനിക അധികാരങ്ങളും ലഭിക്കുകയുണ്ടായി. ഈ നിയമപ്രകാരം ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാരുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ ഇല്ലാതായി. ഗവർണർ ജനറലിന് എല്ലാ സിവിൽ സൈനിക അധികാരങ്ങളും ലഭിച്ചു. കൂടാതെ ഈ നിയമപ്രകാരം ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാരുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ കൂടി ഇല്ലാതായി. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വാണിജ്യ സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും പൂർണ്ണമായും ഒരു ഭരണ നിർവഹണ സ്ഥാപനമായി മാറുകയും ചെയ്തു. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഒരു വാണിജ്യ സ്ഥാപനം എന്ന നിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയും പൂർണ്ണമായും ഒരു ഭരണനിർവഹണ സ്ഥാപനമായി മാറുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷൻ രൂപം കൊണ്ടത് ഈ നിയമപ്രകാരമാണ്. ലോർഡ് മെക്കാളെ ആയിരുന്നു ഈ നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇന്ത്യയിൽ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യ വ്യക്തിയാണ് ലോർഡ് മെക്കാളെ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷൻ രൂപം കൊണ്ടത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ലോർഡ് മെക്കാളെ ആയിരുന്നു ഈ നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇന്ത്യയിൽ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യ വ്യക്തിയാണ് ലോർഡ് മെക്കാളെ. ചാർട്ടർ ആക്ട് 1833 പ്രകാരം നിയമിതനായ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. 1833 ചാർട്ടർ ആക്ട് പ്രകാരം നിയമിതനായ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. അടുത്തത് 1853 ചാർട്ടർ ആക്ട്. 1853 ചാർട്ടർ ആക്ട്.
ഇതുപ്രകാരം സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്നതിന് ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം അവതരിപ്പിച്ചു. സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്നതിന് ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം അവതരിപ്പിച്ചു. ഇതുമൂലം ഇന്ത്യക്കാർക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിനുള്ള അവസരം ലഭിച്ചു. ഇതിനായി കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന മെക്കാലെ കമ്മിറ്റിയെ 1854 നിയമിച്ചു. ഇതുപ്രകാരം കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന മെക്കാലെ കമ്മിറ്റിയെ 1854 നിയമിച്ചു. ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപെടുത്തിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1853. ചാർട്ടർ ആക്ട് 1853 പ്രകാരം ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് എന്നീ അധികാരങ്ങൾ വേർപെടുത്തിയ നിയമമായിരുന്നു ഇത്. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നറിയപ്പെടുന്ന കൗൺസിലിലേക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലർമാർ എന്ന് വിളിക്കപ്പെടുന്ന 6 പുതിയ അംഗങ്ങളെ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നറിയപ്പെടുന്ന കൗൺസിലിലേക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലർമാർ എന്ന് വിളിക്കപ്പെടുന്ന 6 പുതിയ അംഗങ്ങളെ ഈ നിയമപ്രകാരം കൂട്ടിച്ചേർത്തു. 6ൽ 4 ലെജിസ്ലേറ്റീവ് മെമ്പർമാർ മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നീ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. പുതുതായി ചേർത്ത 6 പേരിൽ 4 ലെജിസ്ലേറ്റീവ് മെമ്പർമാർ മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നീ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പ്രാദേശിക പ്രാതിനിധ്യം അവതരിപ്പിച്ച ആദ്യ നിയമമാണ് 1853 ചാർട്ടർ ആക്ട്. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പ്രാദേശിക പ്രാതിനിധ്യം അവതരിപ്പിച്ച ആദ്യ നിയമമാണ് 1853 ചാർട്ടർ ആക്ട്. അടുത്തതായി പാസാക്കിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഈ സുപ്രധാന നിയമം നടപ്പിലാക്കിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഈ സുപ്രധാന നിയമം നടപ്പിലാക്കിയത്. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കി സർക്കാരിൻ്റെയും പ്രദേശങ്ങളുടെയും വരുമാനത്തിൻ്റെയും അധികാരം ബ്രിട്ടീഷ് ക്രൗണിന് കൈമാറി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും സർക്കാരിൻ്റെയും പ്രദേശങ്ങളുടെയും വരുമാനത്തിൻ്റെയും അധികാരം ബ്രിട്ടീഷ് ക്രൗണിന് കൈമാറുകയും ചെയ്തു. ഈ നിയമപ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി മാറ്റുകയും വൈസ്രോയി എന്നാക്കി മാറ്റുകയും ചെയ്തു. ഈ നിയമപ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി എന്ന പദവിയാക്കി മാറ്റുകയും ചെയ്തു. ആയതുപ്രകാരം ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണ് ആദ്യത്തെ വൈസ്രോയി. ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടർ എന്നിവ ഈ നിയമപ്രകാരം നിർത്തലാക്കി. ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടർ എന്നിവ ഈ നിയമപ്രകാരം നിർത്തലാക്കി. അതായത് ഡബിൾ ഗവൺമെന്റ് സംവിധാനം നിർത്തലായി. സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പുതിയൊരു പദവി സൃഷ്ടിക്കുകയും ഇന്ത്യൻ ഭരണത്തിന്മേലുള്ള പൂർണ്ണ അധികാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് നൽകുകയും ചെയ്തു. സ്റ്റേറ്റ് സെക്രട്ടറി എന്നൊരു പുതിയ പദവി സൃഷ്ടിച്ചു. ഇന്ത്യൻ ഭരണത്തിന്മേലുള്ള പൂർണ്ണ അധികാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് നൽകുകയും ചെയ്തു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ സഹായിക്കാൻ 15 അംഗ കൗൺസിലിനെ അഥവാ അഡ്വൈസറി ബോഡിയെ രൂപീകരിക്കുകയും ചെയ്തു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ സഹായിക്കാൻ 15 അംഗ കൗൺസിലിനെ അഥവാ അഡ്വൈസറി ബോഡിയെ രൂപീകരിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഒന്നുകൂടി നോക്കാം. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഈ സുപ്രധാനമായ നിയമം നടപ്പിലാക്കിയത്. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും സർക്കാരിൻ്റെയും പ്രദേശങ്ങളുടെയും വരുമാനത്തിൻ്റെയും അധികാരം ബ്രിട്ടീഷ് ക്രൗണിന് കൈമാറുകയും ചെയ്തു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി മാറ്റുകയും വൈസ്രോയി എന്ന പേരാക്കി മാറ്റുകയും ചെയ്തു. ആദ്യത്തെ വൈസ്രോയി ആണ് ലോർഡ് കാനിങ്. ഈ നിയമപ്രകാരം ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടർ എന്നിവ നിർത്തലാക്കി. അതായത് ഡബിൾ ഗവൺമെന്റ് സംവിധാനം നിർത്തലായി. സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പുതിയൊരു പദവി സൃഷ്ടിക്കുകയും ഇന്ത്യൻ ഭരണത്തിന്മേലുള്ള പൂർണ്ണ അധികാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് നൽകുകയും ചെയ്തു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ സഹായിക്കാൻ 15 അംഗ കൗൺസിലിനെ അഥവാ അഡ്വൈസറി ബോഡിയെ രൂപീകരിക്കുകയും ചെയ്തു.
സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ സഹായിക്കാൻ 15 അംഗ കൗൺസിലിനെ അഥവാ അഡ്വൈസറി ബോഡിയെ രൂപീകരിക്കുകയും ചെയ്തു. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് നിയമനിർമ്മാണ സഭകളിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുവന്ന നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. നിയമനിർമ്മാണ സഭകളിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ടുവന്ന നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്. വൈസ്രോയി തന്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലിൽ അനൗദ്യോഗിക അംഗങ്ങളായി ചില ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യണമെന്ന് വ്യവസ്ഥ കൊണ്ടുവന്നു. ഇതുപ്രകാരം 1862 ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരാണ് ബനാറസ് രാജാവ്, പട്യാല രാജാവ്, സർ ദിനകർ റാവു എന്നിവർ. വൈസ്രോയി തന്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലിലേക്ക് അനൗദ്യോഗിക അംഗങ്ങളായി ചില ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യണമെന്ന് വ്യവസ്ഥ കൊണ്ടുവന്നു. ഇത് പ്രകാരമായി 1862 ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരാണ് ബനാറസ് രാജാവ്, പട്യാല രാജാവ്, സർ ദിനകർ റാവു. ബനാറസ് രാജാവ്, പട്യാല രാജാവ്, സർ ദിനകർ റാവു. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ 6 മാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കുവാനുള്ള അനുവാദം വൈസ്രോയ്ക്ക് നൽകിയ നിയമമാണ് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ 6 മാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കുവാനുള്ള അനുവാദം വൈസ്രോയ്ക്ക് നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. അടുത്തതായി ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 കേന്ദ്ര പ്രവിശ്യ നിയമനിർമ്മാണ സമിതികളിലെ അഡീഷണൽ അംഗങ്ങൾ അഥവാ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായ നിയമം. കേന്ദ്ര പ്രവിശ്യ നിയമനിർമ്മാണ സമിതികളിലെ അഡീഷണൽ അംഗങ്ങൾ അഥവാ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായ നിയമം. സഭകളിൽ ബജറ്റ് ചർച്ച ചെയ്യുവാനും എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള അധികാരം ഈ നിയമത്തിലൂടെ ലഭിച്ചു. സഭകളിൽ ബജറ്റ് ചർച്ച ചെയ്യുവാനും എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള അധികാരം ഈ നിയമത്തിലൂടെയാണ് ലഭിച്ചത്. അടുത്തതായി ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോർലി മിന്റോ റിഫോംസ്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോർലി മിന്റോ റിഫോംസ്. മോർലി മിന്റോ റിഫോംസ് പാസാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് മിന്റോ പ്രഭു. ഈ ആക്ട് പാസാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് മിന്റോ പ്രഭുവും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നത് മോർലി പ്രഭുവും. സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നത് മോർലി പ്രഭുവും. ഈ നിയമപ്രകാരം സെൻട്രൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. ഈ നിയമപ്രകാരം സെൻട്രൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ സംഖ്യ 16 നിന്നും 60 ആക്കി ഉയർത്തി. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ സംഖ്യ 16 നിന്നും 60 ആക്കി ഉയർത്തി. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കുവാനും ബജറ്റിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുവാനും അനുമതിയും ലഭിച്ചു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രകാരം ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കുവാനും ബജറ്റിന്മേൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കുവാനും ബജറ്റിൽ പ്രമേയം അവതരിപ്പിക്കുവാനുമുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. വൈസ്രോയിയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ ആദ്യമായി ഈ നിയമപ്രകാരം ഒരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രകാരം വൈസ്രോയിയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു. പ്രാതിനിധ്യം ലഭിച്ച ഇന്ത്യക്കാരൻ നിയമാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സത്യേന്ദ്ര പ്രസാദ് സിൻഹ ആയിരുന്നു. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ നിയമ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സത്യേന്ദ്ര പ്രസാദ് സിൻഹ അഥവാ SP സിൻഹ ആയിരുന്നു. ഈ നിയമപ്രകാരമാണ് പ്രത്യേക നിയോജക മണ്ഡലം അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രകാരമാണ് പ്രത്യേക നിയോജക മണ്ഡലം അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്.
അതുകൊണ്ട് തന്നെ കമ്മ്യൂണൽ ഇലക്ടറേറ്റിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മിന്റോ പ്രഭുവിനെയാണ്. കമ്മ്യൂണൽ ഇലക്ടറേറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിന്റോ പ്രഭുവിനെയാണ്. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഈ നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭുവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത് എഡ്വിൻ മൊണ്ടേഗുവുമാണ്. ഈ നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭുവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത് എഡ്വിൻ മൊണ്ടേഗുവുമാണ്. ഈ നിയമപ്രകാരമാണ് പ്രവിശ്യ വിഷയങ്ങളെ രണ്ടായി വിഭജിക്കുകയും അവ ട്രാൻസ്ഫേർഡ്, റിസർവ്ഡ് എന്നിങ്ങനെ അറിയപ്പെടുകയും ചെയ്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരമാണ് പ്രവിശ്യ വിഷയങ്ങളെ രണ്ടായി വിഭജിക്കുകയും അവ ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും അറിയപ്പെടുകയും ചെയ്തത്. ഇതിൽ റിസർവ്ഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും കുറച്ചു പേരെ നാമനിർദ്ദേശം ചെയ്ത് മന്ത്രിമാരാക്കി. ഈ മന്ത്രിമാരുടെ സഹായത്തോടെ പ്രവിശ്യകളിലെ ഗവർണർമാരാണ് ട്രാൻസ്ഫേർഡ് ലിസ്റ്റിലെ വിഷയങ്ങൾ തീരുമാനിച്ചിരുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും കുറച്ചു പേരെ നാമനിർദ്ദേശം ചെയ്യുകയും അവരെ മന്ത്രിമാരാക്കുകയും ചെയ്തു. ഈ മന്ത്രിമാരുടെ സഹായത്തോടെ പ്രവിശ്യകളിലെ ഗവർണർമാരാണ് ട്രാൻസ്ഫേർഡ് ലിസ്റ്റിലെ വിഷയങ്ങൾ തീരുമാനിച്ചിരുന്നത്. റിസർവ്ഡ് ലിസ്റ്റിലെ വിഷയങ്ങൾ ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്നാണ് റിസർവ്ഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്നാണ് റിസർവ്ഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ഭരണവ്യവസ്ഥയാണ് ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ട്രാൻസ്ഫേർഡ്, റിസർവ്ഡ് വിഷയങ്ങൾ പ്രത്യേക തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഭരണവ്യവസ്ഥയാണ് ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദ്വിസഭാ സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദ്വിസഭാ സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ദ്വിമണ്ഡല സമ്പ്രദായ പ്രകാരം ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അപ്പർ ഹൗസ് അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും ലോവർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും പേരുള്ള രണ്ട് സഭകളായി വേർതിരിച്ചു. ദ്വിമണ്ഡല സമ്പ്രദായ പ്രകാരം ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അപ്പർ ഹൗസ് അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും ലോവർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും പേരുള്ള രണ്ട് സഭകളായി വേർതിരിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം ഭൂസ്വത്ത്, നികുതി, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷന് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം നൽകിയിരുന്നത്. ഭൂസ്വത്ത്, നികുതി, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷന് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം നൽകിയിരുന്നത്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 6 അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണം എന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 6 അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ ബാക്കി 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ ഈ നിയമപ്രകാരം ഇന്ത്യ ഹൈക്കമ്മീഷണർ എന്നൊരു പുതിയ തസ്തിക ലണ്ടനിൽ സൃഷ്ടിക്കുകയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനുണ്ടായിരുന്ന ചില പ്രവർത്തനങ്ങൾ ഇന്ത്യ ഹൈക്കമ്മീഷണർക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം ഇന്ത്യ ഹൈക്കമ്മീഷണർ എന്നൊരു പുതിയ തസ്തിക ലണ്ടനിൽ സൃഷ്ടിച്ചു. എന്നിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനുണ്ടായിരുന്ന ചില പ്രവർത്തനങ്ങൾ ഇന്ത്യ ഹൈക്കമ്മീഷണർ എന്ന ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ രൂപീകരിക്കാൻ കാരണമായ നിയമവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരമാണ് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ 1926 നിയമിച്ചത്. ഈ നിയമപ്രകാരം സെൻട്രൽ ബജറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം സെൻട്രൽ ബജറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിച്ചു. കൂടാതെ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഏർപ്പെടുത്തി. സിഖുകാർ,
ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യന്മാർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തി കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ വർദ്ധിപ്പിച്ചു. കമ്മ്യൂണൽ റെപ്രസെന്റേഷനിൽ സിഖുകാർ, ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യന്മാർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മൂലമുള്ള ഭരണ പരിഷ്കാരങ്ങളെ അയോഗ്യവും നിരാശാജനകവും സൂര്യനസ്തമിക്കാത്ത പ്രഭാതം എന്നും ബാലഗംഗാധര തിലകൻ വിശേഷിപ്പിച്ചു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അയോഗ്യവും നിരാശാജനകവും സൂര്യനസ്തമിക്കാത്ത പ്രഭാതം എന്നും ബാലഗംഗാധര തിലകൻ വിശേഷിപ്പിച്ചു. ഇംഗ്ലണ്ട് വാഗ്ദാനം ചെയ്യാനും ഇന്ത്യ സ്വീകരിക്കാനും യോഗ്യമല്ലാത്ത നിർദ്ദേശങ്ങൾ എന്നാണ് ആനി ബസന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വിശേഷിപ്പിച്ചത്. ഇംഗ്ലണ്ട് വാഗ്ദാനം ചെയ്യാനും ഇന്ത്യ സ്വീകരിക്കാനും യോഗ്യമല്ലാത്ത നിർദ്ദേശങ്ങൾ എന്നാണ് ആനി ബസന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പറ്റി വിശേഷിപ്പിച്ചത്. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കാൻ കാരണമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ, മൂന്നാം വട്ടമേശ സമ്മേളനത്തിനു ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ എന്നിവയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസാക്കാൻ കാരണമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ, മൂന്നാം വട്ടമേശ സമ്മേളനത്തിനു ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ എന്നിവയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി എന്നറിയപ്പെടുന്നത് സാമുവേൽ ഹോർ. സാമുവേൽ ഹോർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി എന്നറിയപ്പെടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസാക്കിയപ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസാക്കുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്കോ പ്രഭുവും ആയിരുന്നു. ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്കോ പ്രഭു ആയിരുന്നു. കേന്ദ്രത്തിന്റെയും പ്രവിശ്യകളുടെയും അധികാരം നിർവചിക്കപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 59 ഐറ്റങ്ങൾ ഉൾപ്പെട്ട ഫെഡറൽ ലിസ്റ്റ്, പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 54 ഐറ്റങ്ങൾ ഉൾപ്പെട്ട പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങിയ 36 ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകറന്റ് ലിസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു. ശേഷിക്കുന്ന അധികാരങ്ങളൊക്കെ വൈസ്രോയ്ക്കായിരുന്നു. കേന്ദ്രത്തിന്റെയും പ്രവിശ്യകളുടെയും അധികാരം നിർവചിക്കുന്ന ഈ നിയമത്തിൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 59 ഐറ്റങ്ങൾ ഉൾപ്പെട്ട ഫെഡറൽ ലിസ്റ്റ്, പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 54 ഐറ്റങ്ങൾ ഉൾപ്പെട്ട പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങിയ 36 ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകറന്റ് ലിസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു. ശേഷിക്കുന്ന അധികാരങ്ങൾ വൈസ്രോയ്ക്കായിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെഷൻസും 10 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെഷൻസും 10 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകളിലെ ഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം പ്രവിശ്യകളിലെ ഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നു. ആകെയുള്ള 11-ൽ 6 പ്രവിശ്യകളിലും ദ്വിസഭാ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു. ആകെ ഉണ്ടായിരുന്ന 11 പ്രവിശ്യകളിലും ദ്വിസഭാ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും അഥവാ അപ്പർ ഹൗസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ലോവർ ഹൗസും രൂപീകരിക്കപ്പെട്ടു. ആകെയുള്ള 11 പ്രവിശ്യകളിൽ 6 പ്രവിശ്യകളിലും ദ്വിസഭാ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നീ 6 പ്രവിശ്യകളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും അഥവാ അപ്പർ ഹൗസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ലോവർ ഹൗസ് എന്നിവ രൂപീകരിക്കപ്പെട്ടു.
അധസ്ഥിത വിഭാഗങ്ങൾ അഥവാ പട്ടികജാതി വിഭാഗക്കാർ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ടറേറ്റുകൾ രൂപീകരിക്കാൻ ഈ നിയമം കാരണമായി. അധസ്ഥിത വിഭാഗങ്ങൾ അഥവാ പട്ടികജാതി വിഭാഗക്കാർ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ടറേറ്റുകൾ രൂപീകരിക്കാൻ ഈ നിയമം കാരണമായി. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിർദ്ദേശങ്ങൾ നൽകി. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിർദ്ദേശം നൽകി. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുകയും 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെടുകയും ചെയ്തു. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുകയും 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെടുകയും ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മറ്റ് പ്രത്യേകതകൾ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ബർമയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും വേർതിരിച്ചതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ബർമയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി 1937 വേർതിരിച്ചതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം 1948 ജൂൺ 30 അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം 1948 ജൂൺ 30 അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപീകരിച്ചത് 1947 ജൂൺ 3. ഇന്ത്യൻ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപീകരിച്ചത് 1947 ജൂൺ 3. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജൂൺ 3 പ്ലാൻ, ബാൽക്കൺ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജൂൺ 3 പ്ലാൻ, ബാൽക്കൺ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നിവ. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യ വിഭജനത്തിനും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനും ഈ നിയമം കാരണമായി. ഇന്ത്യ വിഭജനത്തിനും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനും ഈ നിയമം കാരണമായി.